ഡോറങ്ങട് തുറന്നിട്ട് ഇതിന്റെ ഉൾഭാഗം കാണുന്നില്ലേ? വൃത്തികേടിന്റെ കൈലാസാണ്. അതന്നെ ഇതിനൊന്ന് ഭംഗിയാക്കി തരണം. എന്റെ അമ്മേ നീ മാറുന്നു. ഞാൻ നിന്നോട് മാറിക്കാൻ പറഞ്ഞതല്ലേ. നമ്മുടെ പിലോപ്പി യുഗം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മീൻകുളം സ്വിമ്മിംഗ് പൂളാക്കി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിലേറ്റവും കൂടുതൽ വന്ന കമൻ്റാണ് ആ ഷീറ്റ് ടാർപ്പായ മാറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അത് ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല, ആർക്കായാലും അത് തോന്നും, അറപ്പ് തോന്നും നമുക്ക്. പക്ഷേ ചേട്ടൻ പറയുന്നൊരു കുഴപ്പം അങ്ങനെ പറഞ്ഞിട്ട് ചേട്ടൻ കണ്ടപ്പോൾ ഷൂട്ട് ചെയ്യണേ. നമ്മുടെ ഈ മീൻകുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ, പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ചില ആൾക്കാരെ പോലെ ചില ആളുകൾ അകലെന്ന് കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും, അയ്യോ എന്തൊരു നല്ല മനുഷ്യന്നൊക്കെ. പക്ഷേ പിന്നെ അവരടുത്തറിയുമ്പോഴാണ് മനസ്സിലാവുക. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മീൻകുളം ഇങ്ങനെ അകലെന്ന് കാണാൻ നല്ല ഭംഗി. ഇപ്പോൾ പിന്നെ നമ്മൾ ഭംഗിയാക്കിയല്ലോ, വെള്ള പെയിൻ്റൊക്കെ അടിച്ച്. എന്നിട്ട് ഇതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നിട്ട് ഈ ഡോറങ്ങോട്ട് തുറന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗം കാണുമ്പില്ലേ, അതന്നെ കിടക്കണ്ട. അപ്പോൾ ഇവിടെ ഇത് മീൻകുളമായിരുന്നപ്പോൾ ഇത് ഇങ്ങനെ മതിയായിരുന്നു, പ്രശ്നമില്ലായിരുന്നു. അന്ന് വെള്ളം അടിച്ചിട്ടതാട്ടത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇത്ര ദിവസമായിട്ടുള്ള ഒരാഴ്ചയായിട്ടുള്ള വെള്ളം തന്നെ പറ്റി ഇത്രയും. അപ്പോൾ ഈ ഷീറ്റിന് എവിടെയോ ഒരു ദ്വാരം വീണിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ എന്തായാലും ഈ ഷീറ്റ് മാറ്റിയേ പറ്റൂ. എവിടെയോ ഓട്ട വീണിട്ടുണ്ട്, വെള്ളം കണ്ട എത്രയും പോയി. മീൻകുളം ആയിരുന്ന സമയത്തിൽ എനിക്കിതിലേക്ക് തീറ്റിയിടാൻ വരാൻ പേടിയാട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റ് കിടക്കണണ്ട, ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ കൂടെയൊക്കെ പാമ്പ് വന്നിട്ട് ഈ ഷീറ്റിൻ്റെ അടിയിൽ കിടന്നത് നമ്മൾ അറിയില്ല. അപ്പോൾ എങ്ങാനും ചവിട്ടിയാലോ വെച്ചിട്ട് എനിക്ക് പേടിയിലേക്ക് തീറ്റിട്ട് കൊടുക്കാനൊക്കെ വരാനായിട്ട്. ഇതിലാണെങ്കിൽ സ്ഥിരം ഒരു നീർക്കോലി വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഇതിനെ നമ്മളിനി മാറ്റാൻ പോവുക. അപ്പം ഇത് മാറ്റാൻ അന്ന് തൊട്ട് ചേട്ടൻ്റെ അടുത്ത് പറയുമ്പോൾ ചേട്ടൻ സമ്മതിക്കില്ല. എന്താ സമ്മതിക്കാണ്ടിരുന്നതിൻ്റെ കാരണം പറഞ്ഞേ? അങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 6000 രൂപയാവും ഷീറ്റിന് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 6000 രൂപയല്ലേ, സാരല്ല, 4-5 ലക്ഷം രൂപയാവും മറ്റേ ശരിക്കുള്ള സ്വിമ്മിംഗ് പൂൾ ആക്കണം എന്നുണ്ടെങ്കിൽ. അതായത് നമ്മൾ ഇതിനെ ടാങ്ക് ആക്കി കൊടുക്കണം, ഇങ്ങനെ വാർത്ത് ഒക്കെ നല്ലതിൽ വാർത്ത് ടാങ്ക് ആക്കിയിട്ട് അവർക്ക് കൊടുക്കണം. അപ്പം അതിന് തന്നെ വരുമല്ലോ ഒരു പൈസ. 14.5 അടി എത്രയുണ്ട് നീളം വീതി? 14 അടി നീളമുണ്ട്, അത്രയ്ക്ക് തന്നെ വീതി ഉണ്ട്, ഒരു സ്ക്വയർ ഷേപ്ഡ് അത്. പിന്നെ ഇതങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലീക്ക് പ്രൂഫ് ചെയ്ത് ടൈൽസ് ഒട്ടിച്ച് ഫിൽറ്റർ വയ്ക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് ഒരു 3-3.5 ലക്ഷമൊക്കെ ആവും തോന്നുന്നു, 3-4 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ആവും. അപ്പം നമ്മൾ ടാങ്ക് ഉണ്ടാക്കണ ചിലവും കൂടി ആകുമ്പോൾ ഇങ്ങനെയല്ല 5 ലക്ഷം കിടക്കും. 5 ലക്ഷത്തിന് പകരം ഒരു 6000 രൂപയിലെ ഷീറ്റിന് വരുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ ഷീറ്റിനെ കുറിച്ചിട്ട് ആലോചിച്ച് വന്നപ്പോൾ ഇവിടെ ഈ ഷീറ്റ് ഇത് മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഈ ഷീറ്റ് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ, ഇതിൻ്റെ മേലെ കൂടെ വേറെ ഷീറ്റ് ഇട്ട് വരുമ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കുക. അതിൻ്റെ ബാക്കി വേറെ ഷീറ്റിന് ഇങ്ങോട്ട് മടക്കിയിടല്ലോ. നമുക്ക് കൃത്യ അളവിൽ ഒരിക്കലും ഷീറ്റ് കിട്ടില്ല. ഒന്നുകിൽ ഇതിനേക്കാളും കുറഞ്ഞ അളവ് അല്ലെങ്കിൽ വലിയ അളവാണ്. അപ്പം ഇതേ അളവിൽ തന്നെ അല്ലേ ഈ ഷീറ്റിന് അതേ അളവിലാണ് വെച്ചാൽ ബാക്കി വന്നേക്കണ ഈ ഷീറ്റിനെ ഇങ്ങനെ മടക്കിയിടുമ്പോൾ ഇവിടെ വൃത്തികേട് തന്നെയായിരിക്കും. അപ്പം ഇതിനെന്തെങ്കിലും ഭംഗിയാക്കണം അവിടെ. അങ്ങനെ ഭംഗിയാക്കണതിനേക്കാളും മുന്നേ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കണ്ട ഈ ഗ്യാപ്പുകൾ അടയ്ക്കണം. തവളകൾ ഇതിൻ്റെ അടിയിൽ കൂടെ പോണേ ഇങ്ങനെ ചുറ്റുമുണ്ട്. അവിടെ വലിയ ഗ്യാപ്പ്, ആ ഭാഗത്ത് വലിയ പൊത്ത് പോലെ. അപ്പം അത് അടച്ചിട്ട് സേഫാക്കണം. പാമ്പുകൾ ഇനി മീൻകുളത്തിലേക്ക് വരുന്ന പോലെയല്ലോ നമ്മൾ ഇതിലുള്ളപ്പോൾ പാമ്പ് വരില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൽവിൻ്റെ നമ്മുടെ ഫ്രണ്ടിലത്തെ തിണ്ട് കെട്ടിയില്ലേ, ആ തിണ്ട് കെട്ടിയിട്ടുള്ള 2 ചേട്ടന്മാർ വന്നിട്ടുണ്ട്. അവരെ വിളിച്ചു. അപ്പോൾ അവരിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കൊണ്ടാണ് പണിയിപ്പിക്കുന്നത്. ഞാൻ പണീനോണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല, എനിക്കും അത് ചെയ്യാനറിയാം. ഒന്നാമത് പണി ആയുധങ്ങളില്ല, പിന്നെ ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടാകുമോ? അതുണ്ടാവില്ല. ഈ മണലും മെറ്റലും ഈ സിമെൻറ്റൊക്കെ കൂട്ടി തരാനായിട്ട് ആളുണ്ടാവുമോ? നമുക്ക് തന്നെ കൂട്ടിയിട്ട് കൊണ്ടുപോയി ഇട്ടിട്ടാക്കാനായിട്ട് പറ്റുന്ന സാഹചര്യമില്ല. അപ്പോൾ ഷീറ്റ് ആദ്യം മാറ്റി കളയണം കേട്ടോ. ഇതിൻ്റെ ചുറ്റും നമ്മൾ പണ്ടത്തെ ചാക്കൊക്കെ ഇട്ടിട്ട് കണ്ട നമ്മളെ കണ്ട ഈ ചാക്കിട്ടിട്ട് ഉറപ്പിച്ചിട്ടുള്ളതാണ്. എന്തോരം നടന്നു. ഇതിന് മറിച്ചിടാം, നമുക്ക് അവസാനം എടുക്കാം. സരിതാ ചില സ്ഥലത്ത് താഴ്ചയുള്ളടത്ത് മണ്ണിടേണ്ടി വരുന്നു. ആ ഭാഗമൊക്കെ അവിടെയാണ് ഇത്തിരി ലെവലില്ലാത്തത്. ആ ഇവിടുത്തെ വേസ്റ്റ് കടകളൊക്കെ വിരിക്കാം. 3 സ്ഥലത്ത് 3 വീതിയാ. ഈ ഭാഗത്ത് വീതി കുറവാ. ഇവിടെ ഒരു താഴ്ചയാണ്.
ഇവിടെ ഗ്യാപ്പ്, ഇവിടെ കണ്ട ഭയങ്കര ഗ്യാപ്പാ. ഇതിനാണ് സ്ഥിരം പാമ്പുകൾ കയറുക. ഇതിൻ്റെ ഒപ്പം ആക്കണം. അപ്പം നമ്മുടെ ചേട്ടന്മാർ ഇതിൻ്റെ അടിയൊക്കെ ആക്കി ലെവൽ കറക്റ്റാക്കിയിട്ട് ഏകദേശം ലെവൽ കറക്റ്റാക്കി കേട്ടോ. ഇപ്പം ഈ മണ്ണൊക്കെ ഭയങ്കര ഉറച്ചതാണ്, പെട്ടെന്ന് പൊട്ടിപ്പോയില്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതിൽ കെട്ടി നിന്നിട്ട് വെള്ളത്തിൻ്റെ മർദ്ദല്ലേ അതിങ്ങനെ അമർന്ന് ഇതൊക്കെ നല്ല ഉറച്ചു. അപ്പോൾ അവർ അവിടെ ഇത് സിമെൻറ്റും മണലും കൂട്ടുന്നു, ഇതിലിട്ട് കൂട്ടുക. നല്ല വെയിലാണ്, നല്ല വെയിൽ. അവർ ചെയ്യാം. നമ്മളെ പണിച്ചേട്ടന്മാർ ഇത് ഇവിടെ നോക്കിയ കോൺക്രീറ്റ് ചെയ്ത് വിട്ടാൽ ഇങ്ങനെ കുറച്ച് ഇനി അതെടുത്തില്ല. ഇത് ഇവിടെ ലെവലാക്കിയിട്ടുണ്ട് കേട്ടാ. ഇത് ഇനി ലെവലാക്കി ഫുൾ ലെവലാക്കി ഭംഗിയാക്കി കൊണ്ടിരിക്കുകയാണ് അവർ. ഈ കണ്ട ഈ സാധനം വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വക സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ ഈ കൊലരില്ല, ലെവൽ ചെയ്യണ സാധനമില്ല, കൂടല്ല, അങ്ങനെ കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനിതാക്കി കഴിഞ്ഞാലും വൃത്തിയാവില്ല. അതുകൊണ്ടാണ് അവരെ കൊണ്ടാക്കുന്നത്. അവർ ഭക്ഷണം കഴിച്ചിട്ട് അവരോട് കിടന്നുറങ്ങാട്ടാ. അവരോട് പണി കഴിക്കട്ടെ. നമ്മുടെ കൽപ്പണിച്ചേട്ടന്മാർ ഇവിടെ ഭംഗിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. കണ്ട അതെ ഇപ്പോൾ ഓടി നടക്കാം നമുക്ക് ധൈര്യമായിട്ട്. ഒരേ ലെവലായി ഭയങ്കര വൃത്തികേടായിരുന്നു. പിന്നെ ഇതിന്റെ ഇടയിലത്തെ ഗ്യാപ്പ് ഇവിടെ ഭയങ്കര താന്നിട്ടല്ലേ കിടക്കണ്ടായിരുന്നേ. അപ്പൊ ആ ഗ്യാപ്പിൽ കൂടിയാണ് പാമ്പുകളൊക്കെ കയറി ഉടനെ. അപ്പൊ അതൊക്കെ അടച്ചു. ഇവിടെ ഭയങ്കര താന്നിട്ടാണ് കിടക്കണ്ടായിരുന്നത്. അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ മേലെ പരക്കനിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്തൊരു കുഴപ്പമുണ്ടായും ചെയ്യുന്നില്ലേ, ഇതിന്റെ താഴ്ച കൂടി. താഴ്ച എന്ന് പറഞ്ഞപ്പോ 5 അടിക്ക് മീതിയായി കണ്ടത്. ഇത്രക്ക് കനം കൂടി, ഇപ്പൊ ഹൈറ്റ് കൂടിയത് കൂടി. അപ്പൊ അതായത് സരിത ഇപ്പൊ ആദ്യം ഇത്രക്ക് വെള്ളം നിറച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ മുങ്ങും. ഇത്രക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊ ഇത്രക്ക് വെള്ളം. ഇനി ചെയ്യാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റ് എടുക്കണില്ല. ഈ ഷീറ്റ് ഇങ്ങനെ തന്നെ വെക്കും. എടുത്ത് കറക്റ്റാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ പുതിയ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ടാർപ്പായ പുതിയത്. ആ പുതിയത് ഇതിൻ്റെ മേലെ ഭംഗിയിൽ വിരിക്കും. പിന്നെ ചുറ്റും മറയ്ക്കും. പിന്നെ ഇനിയിപ്പോൾ കാണാം അല്ലേ. നമുക്കിത് എനിക്ക് ഇത് ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് മഹേഷിന് ശിവയില്ലേ നമ്മുടെ അതിൻ്റെ പിള്ളേര് അവരെ ഹെൽപ്പിന് വിളിച്ചു. മഹേഷ് ശിവ വാ, അവര് മാസം എൻട്രി. അപ്പൊ ഇവര് രണ്ടുപേരും എന്താ വരുന്നു? നിങ്ങളുടെ ജോലി എന്നിട്ടെന്നറിയോ? ഇന്നത്തെ പെയിന്റിംഗ് അല്ല, ഈ സാധനമൊക്കെ കാലൊടിയും ഭംഗിയിലാക്കി. ഇതിനൊന്നും ഭംഗിയാക്കി തരണം. മറ്റേ റാംജി റാസിലെ ബസ് കാണിച്ചിട്ട് പറയില്ലേ, അധികം പണിയൊന്നും ഇല്ല. 4 ടയർ മാറ്റണം, എഞ്ചിൻ മാറ്റണം, ആകെ ഒന്ന് പെയിന്റ് അടിക്കുന്ന സീറ്റുകളൊക്കെ ഒന്ന് മാറ്റണം. അത്രേ ഉള്ളൂ. എന്താവും മനസ്സിലായില്ലേ? അല്ല ഈ വെള്ള ഷീറ്റ് എടുത്തിട്ട് ഇതിലേക്ക് മടക്കി ഇങ്ങനെ ഇടണം എല്ലാം. എന്നാലേ കണ്ടാ ഇങ്ങനെ ഇടണം. കണ്ടാ മനസ്സിലായ? അപ്പൊ സ്വിമ്മിംഗ് പൂളൊക്കെ അതിനല്ലേ മീൻകുളത്തിന്റെ പരിപാടി നിർത്തി. ഇറങ്ങാനായിട്ട് കയറുണ്ട്. കോണി വെച്ച് കഴിഞ്ഞാൽ കയറില്ലേ? കോണി വെച്ച് കയറും. അയ്യോ, അപ്പൊ എന്റെ പൊട്ടമുണ്ടുകൾ തരാം. കണക്ക് അവിടെ പൊട്ടമുണ്ടുകളുണ്ട് നോക്കി, ബനീനുകള്. നല്ല വേഷത്തിലാവും നമ്മളത് അല്ലേ. അതിന് ഇവരെ കാണാൻ ഒരു ഭംഗിയുണ്ട് കേട്ടാ. ഇവര് കാണാൻ ഒരു ഭംഗിയില്ലേ. കണ്ടാ നമ്മുടെ പാണ്ഡ്യണ്ണനെ അന്ന് ചെയ്തിട്ടുള്ളതാണ്. ഈ സാധനങ്ങളൊക്കെ കളയാത്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇതൊക്കെ മർദ്ദം വരില്ലോ വെള്ളത്തിന്റെ. എത്രയും ലെയർ ഉണ്ടാവുന്നത് അത്രയും നല്ലതാ. ഇത് നമ്മുടെ കൂട്ടുകാരനുണ്ടേ, അലുമിനിയം ഫാബ്രിക്കേഷൻ ഉള്ളത്. അവൻ സതീഷ്, അവൻ തന്നിട്ടുള്ള ഈ സാധനങ്ങള് അലുമിനിയം പൊതിഞ്ഞിട്ടുള്ളതേ. അങ്ങനത്തെ കട്ടകൾ അത് ഇവര്
ചെത്തി തേച്ചപ്പോൾ കഷ്ണങ്ങളായിരിക്കും വീണതാണ്. അത് ചിലപ്പോൾ വെള്ളം അടിയിൽ വരുമ്പോഴേ കുത്തി കയറി ഓട്ട വരും ചിലപ്പോഴേ. താഴ്ച കൂടിയില്ലോ. അപ്പോൾ എനിക്ക് തന്നെ പേടിയാവാ. നിങ്ങളുടെ അവിടെ സൂര്യകാന്തി പൂവൊക്കെ കഴിഞ്ഞാ? അതെ, ഞങ്ങളവിടെ വരാം. ദേ പാമ്പ്ര നേർക്കോലേണ്ടി. സാരി ഉടിപ്പിക്കാൻ അറിയണം. ഇതേ ഷീറ്റ് ഇടുമ്പോഴേ സാരി ഉടിപ്പിക്കാൻ അറിയണം. എന്നാലേ വളരെ ഭംഗിയായിട്ട് വരുള്ളൂ. ആ അവിടെ നിന്ന് കെട്ടി കെട്ടി വരുന്നത്. ഇത്രയ്ക്ക് ലെവല് വരും കണ്ട. ചുമരിനോട് ചേർത്ത്, ചുമരിനോട് അമർത്ത്, ചുമരിനോട്. തന്നെ കണ്ട. ഇപ്പൊ കണ്ട ഇറങ്ങിയത് കണ്ട. ഇനി മണ്ടേ അവിടെ. അതല്ലേ കറക്റ്റ് തന്നെയല്ലേ? ഓക്കെ. മൂലയിൽ ചവിട്ട് കൊടുത്തേ. അതന്നെ പൊന്തിക്കുന്നത് അവിടെ തന്നെ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഷീറ്റ് ഇടാം. അവർ ആ ഷീറ്റ് ഒന്ന് അത്ര ഭംഗിയിലല്ല, എന്നാലും നമുക്ക് പറ്റാവുന്ന പോലെ ആക്കി കഴിഞ്ഞു. എന്നിട്ട് പുതിയ ഷീറ്റ് വാങ്ങിച്ചു. ഈ ഷീറ്റിന് 8800 എൻ്റെ വില കേട്ടോ. അതേ വലിപ്പമുള്ള ഷീറ്റ് തന്നെയാണ്. പിന്നെ ഇത് മേടാനുള്ള ചവിട്ടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇങ്ങനെ മറയ്ക്കാനുള്ള ഒരു നെറ്റ്, ഇതൊക്കെ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കൂടിയിട്ട് 16,600 രൂപ മൊത്തം ഈ എല്ലാത്തിനും കൂടിയിട്ട്. അപ്പോൾ ഈ ഷീറ്റ് നമുക്ക് കൊണ്ടുപോകാം. ഇത് എവിടെന്നാ ഈ അഴിക്കണ്ടേ? ഉള്ളിൽ വെച്ചിട്ട് അഴിക്കുന്നത്. അങ്ങനെ നമ്മൾ ഷീറ്റ് വിരിക്കാൻ പോകണം. സെയിം വലിപ്പമുള്ള ഷീറ്റ് തന്നെയാണ്. അത് ഒരു കവറ് അവർ വേറെ എക്സ്ട്രാ തരുന്നത് കണ്ട. ഭംഗിക്ക് ഒരു കോംപ്ലിമെൻറ്റ് കിടക്കട്ടെ വെച്ചിട്ട്. ഇത് സെൻറ്ററിൽ ശരിക്കേണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. അങ്ങനെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ആണിക്കല്ലാണ് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. ശരിക്കും സെൻറ്ററിൽ വെച്ചോ. കുഴിയിൽ വെച്ച് അവിടെ വെച്ചിട്ട് നിവർത്തിയാൽ മതി. വീതി നീളമൊക്കെ കറക്റ്റായിരിക്കും കേട്ടോ. ഇങ്ങോട്ടാ. ഇവിടെ കെട്ടിക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇത് ഇതേപോലെ തന്നെ കെട്ടാ. ഇത് വേറെ നീല കളറല്ലേ? ഇവിടേക്ക് ഇത്തിരി മണി കയറണം കേട്ടാ. അവിടെ സാരി ഉടുപ്പിക്കുന്ന പോലെ ഉടുപ്പിക്കുക. സാരി ഉടുപ്പിക്കുന്ന പോലെ ഉടുപ്പിക്കുക. അത് തന്നെ. അങ്ങനെ തന്നെ പോട്ടെ. മായിട്ട് അല്ല ശിവത്തിരി അടിയിൽ നിന്ന് മതി മതി മതി. അടിപൊളി കലകനായി. ഇത് അവിടെ നിന്ന് ചുളി നിർത്തിയിട്ട് ഒന്ന് വലിച്ചിട്ട്. ഇപ്പോൾ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ അങ്ങനെ ഇട്ടു കേട്ടാ. ഇനി അടുത്തത് ഈ ചവിട്ടി വിരിക്കലാണ് അടുത്ത പരിപാടി. ചവിട്ടി എടുക്കാം. വാ, ഇതാണ് നമ്മുടെ ചവിട്ടിട്ടാ. ദൈവമേ എങ്ങനെ ഇരിക്കാവോ. മഹേഷ് ആക്കട്ടെ. എൻ്റെ അമ്മേ, പുതിയൊരു മാനം കൈവരുന്നു. നിങ്ങളല്ലേ കറക്റ്റ് സരിതേ? ആണീൻ്റെ ആണി വാങ്ങിച്ചിട്ടുണ്ട്. എന്തുട്ട് ഭംഗി. ഞാൻ കണ്ടിട്ടു ആവേശായി.
അപ്പോൾ ഇത് വിരിക്കാൻ പോകണം കേട്ടോ. അത് വിരിക്കാം കേട്ടോ സരിത. ഇല്ല സെയിം സാധനം, അത് വെയിലടിക്കണ ഇനി ആ സൈഡിലേക്ക് ഇടാം. ഇപ്പം നടക്കുമ്പോൾ അതൊരു വൃത്തിയായി. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, ആരും ചെരുപ്പിട്ട് ഇതിനകത്ത് കയറരുത്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു. വേണ്ട, ഇതാണ് അതിൻ്റെ കർട്ടൻ കേട്ടാ. ഇതിന് ചുറ്റും കെട്ടാൻ കർട്ടൻ. കർട്ടൻ കെട്ടുമ്പോൾ പാമ്പ് കയറാണ്ട് ഈ ഓട്ടെ കൂടി പാമ്പ് കയറാലോ. അപ്പുറത്തെ വഴി കൂടെയും ചാരായ ഷാപ്പിലേക്ക് അല്ല നമ്മുടെ വീട്ടിലേക്ക് പോകാൻ. ഇതാണ് നമ്മുടെ ഇത് കേട്ടോ. അതിന് കെട്ടണ ചുമതല ഇവർക്കാണ്. അപ്പോൾ അവിടെ അത്രയ്ക്ക് ഹൈറ്റ് വേണ്ട. അത് മുടിയോ അല്ല മുടി മുട്ടണം, അടിമുട്ടണം. അടിമുട്ട് അത് അടിയിലിക്കേ, ഈ ഷീറ്റിൻ്റെ അടിയിലേക്ക് അത് പോകണം. അപ്പോൾ ഗ്യാപ്പടയില്ല. ഇത് ശരിക്കും ഒരു ഷീറ്റിൻ്റെ അടിയിലേക്ക് പോകണം. ഇത്തിരി താന്നോട്ടെ. അപ്പോൾ എപ്പോഴും ഒരേ അളവിൽ കെട്ടിപ്പോണം. ജഗ് നോക്കിയാൽ സ്വിമ്മിങ് പൂളിൻ്റെ ഭംഗി. ഇങ്ങനെ വെള്ളം നിറച്ച് കഴിഞ്ഞാലേ ചെരുപ്പ് ഊരിയില്ലേ. ഇവിടെ ഒരു ചവിട്ടിയിട്ടുള്ളൂ അവിടെ സരിത, ഇവിടെ ചവിട്ടിയിട്ടുള്ളോ. അല്ലാതെ മണ്ണിൻ്റെ തരി പോലും കിടക്കാൻ പാടില്ലെന്ന്. ആ ഒരു മിനിറ്റ്. അങ്ങനെ കയറേ, കീറും. ആ മോട്ടോ കേട്ടോ. അല്ല ഞാൻ ചവിട്ടി ഇവിടെ മോട്ടർ ദേ വിടാൻ പോണു. അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പോണു. ഭംഗിയില്ലേ. ഇനി വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുമ്പോഴാണ് ഭംഗിയാ. ഈ വെള്ളത്തിന് ഇതേ കളറിന് ആവണം. നമ്മളെ ഇതുമേ ഷീറ്റ് നിറച്ചിരിക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങനത്തെ ആണിയില്ലേ നോക്കിയാൽ കണ്ട, ഈ ആണി പാഞ്ചിൻ്റെ അടിപൊളിയായിട്ട് നമുക്ക് ആക്കി തന്നൂട്ടാ. കണ്ടാ ഞങ്ങള് എന്തുകൊണ്ടാണ് ഇവരെ തന്നെ ഇത് ചെയ്യാൻ വിളിച്ചതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ പൂളില് വെള്ളം നിറഞ്ഞു. എങ്ങനെ കിടന്ന സ്ഥലമായിരുന്നു. ശരിക്കൊരു അഴുക്ക് ചാല് തന്നെയായിരുന്നു ഇത്. പക്ഷേ ഏറ്റവും മനോഹരമായ സ്ഥലമായി മാറി. എൻ്റെ ദൈവം, എനിക്ക് ഒരു കുഴപ്പമില്ല, ഇതന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇരുന്നതല്ലേ ചേട്ടനായിരുന്നേ. സരിതാര ഐഡിയ ആയിട്ട് എങ്ങനെയൊക്കെ ആക്കിയത്. ഭയങ്കര ഐഡിയ ഉള്ളതെന്ന് മനസ്സിലായി. സരിതാര അച്ഛൻ്റെ തല മതി അതില്ലേ. ഞാൻ വേറെ എന്തൊരു കാര്യം പറയാവുന്നത് മറന്നു, ഇതിന്റെ ഇടയിൽ മറന്നു. നീ ചാടിക്കോ. എന്നാ സാറേ ജഗ് കുളിക്കുക. ജഗ് മാത്രം കുളിക്കണില്ല, ഞാൻ കുളിക്കുന്നില്ല. ഞാൻ കുളിച്ചു ഇപ്പോൾ നേരത്തെ. ഇതിൽ കുളിച്ചില്ല, വേറെ കുളിച്ചു. അറിയിപ്പോ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഫിൽറ്റർ വയ്ക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ധനീഷ് വെച്ച് തരും. നാളെ വരല്ലോ. നാളെ വരല്ലോ. അപ്പൊ അത് വെച്ച് കഴിഞ്ഞ് ഇപ്പൊ വെള്ളം കണ്ടോ, ഒരു തെളിച്ചം പോയില്ലേ, ക്ലിയർ അല്ല വെള്ളം. ഇനി നാളത്തേക്ക് ഈ വെള്ളം ഒന്നും കൂടി ഭയങ്കര അഴുക്കുള്ള കലങ്ങിയ വെള്ളമായിട്ട് മാറും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പോയിട്ട് തൊടാൻ തോന്നില്ല. ഈ വെള്ളം അത്രയ്ക്കും പൊട്ട വെള്ളമായി മാറും ഇത്. അപ്പോഴല്ല ഫിൽറ്റർ വയ്ക്കുക, നാളെ കാലത്ത് വയ്ക്കും. അതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ അടിപൊളി. ഉണ്ണി കാലങ്ങാനും ഇടിക്കും ചിലപ്പോ. ഇതിന്റെ താഴ്ചയൊക്കെ കൂടിയിട്ടാ. ഉണ്ണി ഇങ്ങോട്ട് നീ നിക്ക്. ഞാൻ ഇറങ്ങില്ല ഇതിലേക്ക്. എന്താ അത്രയ്ക്ക് താഴ്ചയുള്ള ഇപ്പൊ നിക്കാ. നടുവിരിക്കുള്ള ആ കുഴിയിൽ മാത്രം താഴ്ചയുള്ള. നടുവിൽ നീ നിക്കുമ്പോ ഇങ്ങനെയാ, നീ മുങ്ങൂല്ലേ? നടുവിൽ താഴ്ച ഉണ്ടാവില്ല.
മൂക്കിലും വായിലൊക്കെ വെള്ളം പോയാ അടിപൊളിയല്ലേ സിമ്മിൽ ഒന്ന് റൗണ്ട് അടിച്ച് നീന്തിയ തലയിൽ സാധനം വാങ്ങിക്കണം നീന്തിക്കുക അല്ലേ ചേട്ടാ? ആ അങ്ങനെ നമ്മുടെ പൂള് സെറ്റായിരിക്കുന്നു. ഒരു പാമ്പൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? ഹായ് അപ്പോൾ വളരെ ചെറിയ 5 ലക്ഷം എന്നുള്ളിടത്ത് ഒരു ഇപ്പം എത്ര പൈസ ഉണ്ടോ? മൊത്തം ഒരു 20,000 വരെ അടുത്തായിട്ടുണ്ടാവും അല്ലേ? എല്ലാം കൂടി അത്രയും സാധനങ്ങൾ അത്ര രൂപയുടെ ചെലവിൽ നമ്മൾ ഇങ്ങനെയാക്കി. ഓൾറെഡി കുഴിയും പിന്നെ ഈ സാധനമൊക്കെ ഉള്ള കാരണം ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ മുന്നേ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട് ഓരോ ഭാഗം ഭംഗിയാക്കി വന്നപ്പോൾ ഏറ്റവും മോശമായിട്ട് കിടന്നുടന്നത് ഇതിൻ്റെ ഉൾഭാഗമായിരുന്നു. പുറത്തുനിന്ന് കാണാനും ഇത് നല്ല ഭംഗിയാക്കി മീൻകുളം. പക്ഷേ ഉള്ളിലേക്ക് ഇത് കയറി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരുന്നു. പറയേണ്ട ആവശ്യമില്ല, കണ്ടിട്ടില്ലല്ലോ. ക്യാമറയിൽ കാണുന്നതിനേക്കാളും വളരെ വൃത്തികേടായിരുന്നു കാണാൻ. പക്ഷേ അതാണ് ഇപ്പോൾ ഭയങ്കര മനോഹരമായത്. ഈ മുകളിലത്തെ ചില വള്ളിപ്പടപ്പുകൾ എടുത്ത് കളയണമായിരുന്നു, അതിൽ പൊട്ടിച്ച് കളയാം. ഇനി വള്ളിപ്പടർപ്പുകൾ അവിടെ നിന്ന് കയറില്ല. അത് അപ്പുറം വൃത്തിയാക്കി കാണിച്ചു തരാം. ഈ ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ ചവിട്ടി നടക്കുന്ന ഭാഗം പരക്കനൊക്കെ ഇട്ടപ്പോഴേ അതവർ കൂട്ടിയിട്ടുള്ള സിമെൻറ്റ് മണലൊക്കെ കൂടുതലായിരുന്നു. എന്തൊരു ചെയ്യണ്ടേന്ന് ചോദിച്ചവർ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഈ ഭാഗം എന്ന് വെച്ചാൽ ഈ ഭാഗം ചേട്ടന്മാർ വേഗം കോൺക്രീറ്റ് ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇടുക്ക് ഭാഗം കണ്ട ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ വള്ളിപ്പടർപ്പുകളും ചെടികളൊക്കെ കയറി ഓടുന്നത്. ഇവിടെ ഒരു കല്ലും കട്ടിങ്ങനെയൊക്കെ ഒരു പൊത്തും ഇതൊക്കെ ഇട്ടല്ലേ ഇടന്ന് തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി ഇതുപോലെ. അപ്പോൾ ഇനി ഇതുമലേക്ക് ഇനി വള്ളിപ്പടർപ്പുകളൊന്നും കയറില്ലെന്ന് ചോദിക്കണം. പിന്നെ ഇനി ഇവരെ പറമ്പിൽ നിന്ന് കയറുമൊന്നും ഇല്ല. അതില്ല, ഇവിടെ നിന്ന് മെയിനായിട്ട് വന്നോടുന്നത്. അപ്പം അത് ശരിയായി. സ്വിമ്മിംഗ് പൂളിൻ്റെ അവസാന ഘട്ടം, അതായത് ഫിൽറ്റർ വയ്ക്കണ പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇതൊക്കെ നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി ഇതേ വെള്ളമൊക്കെ നിറച്ചിട്ടു. ജഗ്ഗു കുളിച്ചു, രാത്രിയായപ്പോൾ ചേട്ടൻ കുളിച്ചു. പക്ഷെ ഇപ്പം ഈ വെള്ളത്തിൻ്റെ അവസ്ഥ നോക്കിയേ, കണ്ട ഒരു കലക്കലായി. ഇന്നലെ നല്ല വെള്ളമായിരുന്നു, ഇന്നിപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ കുഴൽക്കിണർ വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും. കുഴൽക്കിണറിലത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ അറ്റ്മോസ്ഫിയറായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാണ്ട് കിടക്കുന്ന വെള്ളമാണ്. ആ വെള്ളം പുറത്തേക്ക് മോട്ടർ അടിച്ചിട്ട് നമ്മൾ നല്ല ചില്ല് ഗ്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ നല്ല വെള്ളമായിട്ട് കാണും. പക്ഷേ അറ്റ്മോസ്ഫിയറായിട്ട് വരുമ്പോൾ, അതായത് വായുവുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഈ വെള്ളത്തിലത്തെ വേസ്റ്റ് എന്താ പറയുക, വെള്ളത്തിൽ അലിഞ്ഞ് എന്താ പറയുക, ഒരു മിനിറ്റ്, അദൃശ്യമായിരിക്കും അല്ല, വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന രീതിയിലായിരിക്കും ഈ അഴുക്കുണ്ടാവുക. ആ അലിഞ്ഞു ചേർന്ന അഴുക്കൊക്കെ പുറത്തേക്ക് വരും അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ. അപ്പം അങ്ങനെ വെള്ളം ഇങ്ങനെ ഇനി ഇതിൽ ഫിൽറ്റർ വെച്ച് ഇത് ഫിൽറ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പുറത്തേക്ക് വെള്ളം അടിച്ച് കളയാൻ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മോട്ടറിൽ വെള്ളം അടിച്ച് പുറത്തേക്ക് എടുക്കുന്നത് ഒരു ഫിൽറ്റർ അവിടെ വെച്ചേക്കണ പോലത്തെ ഒരു സിലിണ്ടറിലേക്ക് വെള്ളം കയറി ഫിൽറ്റർ ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ വീഴുന്ന റൊട്ടേറ്റ് ചെയ്താൽ സാധാരണ എല്ലായിടത്തും വയ്ക്കണ പോലെ തന്നെ ആ സിസ്റ്റമാണ് ചെയ്യാൻ പോണത്. നമ്മുടെ ധനീഷ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പരീക്ഷണമാണ് ഞങ്ങളിതിൽ ഇവിടെ ചെയ്യാൻ പോണത്. വിജയിച്ചാൽ വിജയിച്ചു. ഇനിയൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ വെച്ചേക്കണ സിലിണ്ടർ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇതിൽ കൂടെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ടാങ്കിലേക്ക് പോവാ കേട്ടോ. ഇപ്പൊ മോട്ടർ വിട്ടിട്ടുണ്ട്, ഇവിടെ ഒരു ലീക്ക് ഉണ്ട്. ഇപ്പതേ ധനീഷ് വന്നപ്പോഴാണ് ഇത് കണ്ടിട്ടാ എന്തെന്ന് പറയാൻ ഞാൻ ചോദിച്ചത്. നമ്മളിപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുറത്ത് അല്ല ഇരിക്കണേ, അതുകൊണ്ട് നമുക്കിത് വലിയ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഈ വെള്ളം കുഴൽക്കിണറിൽ നിന്ന് വെള്ളം പോണത് കണ്ട. അപ്പൊ ഇതിൽ എന്തുമാത്രം അഴുക്കുണ്ട് എന്നുള്ളത്, കറ എന്തോരം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇത് കാണുമ്പോ. കണ്ട, ഇനി ഇത് ബാക്ക് വാഷ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആഴ്ചയില് അത് പോണ്ട് ആഴ്ചയിലൊരു ഇതിപ്പോ നോക്കിയാ ഇതേപോലെ കറയുള്ള വെള്ളം വന്നിട്ട് ബാത്റൂമിലൊക്കെ പിടിച്ചാലത്തെ അവസ്ഥ നോക്കിയാ അതാ പറഞ്ഞ മാറുന്നോ നീ. അപ്പൊ കാണിച്ചു തരാം. അതങ്ങോട്ട് വരും നീ മാറുന്നു. ഞാൻ നിന്നോട് മാറിക്കാൻ പറഞ്ഞതല്ലേ. ഇങ്ങോട്ട് വായോ ഇതിലത്തെ ചെളി കാണാം. അപ്പം ഇതിൽ ഈ ഒരാഴ്ച മുന്നാണ് ഞാൻ ബാക്ക് വാഷ് ചെയ്തേട്ടാ. അപ്പം ഈ ഒരാഴ്ചത്തെ മോട്ടർ അടിച്ചപ്പോഴത്തെ ചെളിയാണ് ഈ കാണുന്നത്. നോക്കിയേ, ചെളി പോണ പോക്ക് നോക്ക്. ഇതിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ചെളി പോണതാ. ഒരാഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ബാക്ക് വാഷ് ചെയ്യണം. അപ്പം ഇതിൽ അടിഞ്ഞുകൂടി കുറേ ചെളി ഇതിൽ പോവും. എന്നിട്ടാണ് വെള്ളം ടാങ്കിലേക്ക് പോണേ. ടാങ്കിൽ നിന്ന് തിരിച്ച് വരുന്ന നമുക്ക് സപ്ലൈ വരുന്നത് ഇതിൽ കൂടെ ഒന്നും കൂടി ഫിൽറ്റർ ചെയ്തിട്ടാണ് വരിക.
അപ്പൊ ഇതിലടിഞ്ഞു കൂടിയേക്കണ ചെടി നോക്കാട്ടാ. ഇത് ഫിൽട്ടർ ചെയ്ത് പോയിട്ടുള്ള വെള്ളമാണ് എന്ന് ആലോചിക്കണം. ഇതിൽ നോക്ക്, തിരിച്ച് പിന്നെ വരുമ്പോഴത്തെ ചെളി നോക്കിയേ. ഏയ് തുടക്കമുള്ള ചെളിയുള്ളോ, അതിന്റെ ഉള്ളിൽ എന്തിട്ടോ മണ്ണിരുന്ന് ഓർമ്മല്ലേ, അധികം ചെളി ഇല്ലേ? വരും വരും ചെളി ചെളി വരൂ വരൂ ആത്മാവേ മിണ്ടാണ്ടിക്ക് വല്ല കറങ്ങി തിരിഞ്ഞ വല്ല ആത്മാവ് പോണ്ടെങ്കിൽ വന്നാലോ. വന്നിട്ട് പിന്നെ പോവില്ലേ. അതുപോലെ ഈ ചെളി വരുന്നതൊന്നും നോക്ക് ചെളി ധനീഷിന്റെ കുറ്റല്ലേട്ടാ. അതിങ്ങനെ ധനീഷിന്റെ കുറ്റാവാ. ആളുകൾ ചിലപ്പോ തെറ്റിദ്ധരിക്കേ ഇത് ഫിൽട്ടർ വെച്ചാൽ കുറ്റാന്ന്. ഇത് നോക്കിയേ വെള്ളത്തിലത്തെ ഒരു ചെളി നോക്കിയേ, കണ്ടാ കണ്ടാ. വെള്ളത്തിലത്തെ ചെളിയാണ്, കുഴക്കിണറിലത്തെ ചെളിയാണ് പറയുന്നത്. ഇത്രയും ചെളി ഒരുവിധം ഇത് വെച്ചില്ലായിരുന്നെങ്കിൽ ആലോചിക്കുക, ഈ വെള്ളമൊക്കെ നമ്മുടെ ശരീരത്തിൽ പോവും. നമ്മുടെ ബാത്റൂമുകൾ, ടൈൽസ് എല്ലാം എല്ലാതും നാശമാവും. നമ്മുടെ മുടി. ഇതിപ്പോ നമ്മുടെ വലിയേട്ടന്റെ വീട്ടില് കുഴൽക്കിണറല്ല, സാധാരണ കിണറാ. എന്നിട്ടും അവിടെയും ഭയങ്കര ചെളി തന്നെയാണ് ഇതേപോലെ തന്നെ. കാരണം ഇവിടെ പാടായതുകൊണ്ട് ചെളി കൂടുതലാ സാധാരണ കിണറാണെങ്കിൽ പോലും. ഇത് ബാക്ക് വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചത് വെള്ളം പോവും. ഇങ്ങനെ ഇത് ക്ലിയർ ആവണം. ഈ വെള്ളം പോണത് കണ്ട, ഈ വെള്ളം പോണത് നല്ല വെള്ളം ആവണ വരയ്ക്കും നമ്മൾ ഇത് വിടണം വെള്ളം. അത് കഴിഞ്ഞ് പിന്നെ റിൻസ് എന്ന് പറയണ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ബാക്ക് വാഷിൽ എടുക്കണ റിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലിടും കുറച്ച് സമയം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പോലെ ഫിൽട്ടർ ഇതിലാക്കിയിടും. അങ്ങനെ അതും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ആ സിലിണ്ടർ. അവിടെ വെച്ചിട്ടുള്ള 2 സിലിണ്ടർ ഇല്ലേ നമ്മുടെ വീടിൻ്റെ അവിടെ. ഇപ്പം ഞാൻ ബാക്ക് വാഷ് ഇത് കാണിച്ചില്ലേ, അതിലത്തെ വലിയ സിലിണ്ടർ ഇല്ലേ, അതാണ് വെക്കാൻ പോണേ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളിൽ. അതിൽ നിറയ്ക്കാനുള്ള മീഡിയം സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇത് വെക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഈ മോട്ടർ അടിച്ചിട്ട് കണ്ട, നമ്മൾ നനയ്ക്കാനാണ് ഈ വെള്ളം ഉപയോഗിച്ചോടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് കൊടുക്കും, ഇതിൽ കൂടെ ഫിൽട്ടർ ചെയ്തിട്ട് അതിലേക്ക് തന്നെ. എവിടെ നിന്നാ വെള്ളം ചാടാങ്കിട്? അപ്പുറത്ത് കൂടി ഇടാല്ലേ. സിലിണ്ടർ എടുക്കും. പഴയ വല്ല സിലിണ്ടർ ഇരിക്കണമെങ്കിൽ കൊണ്ടാൽ മതിയായിരുന്നു. വീടുകളിൽ വെക്കണ സിലിണ്ടർ തന്നെയാണ് നമ്മൾ വെക്കണേ. സ്വിമ്മിംഗ് പൂളിന് കറക്റ്റ് വേറെ മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചെലവ് കുറവിൽ ചെയ്ത് നോക്കാണ്. ഇത് എങ്ങനെ ഉണ്ടെന്ന് വർക്കൗട്ട് ആവും ഞങ്ങൾക്ക് അറിയില്ല. ഇത് സാധാരണ മോട്ടർ തന്നെയല്ലേ ഇരിക്കണേ, സ്വിമ്മിംഗ് പൂളിന്റെ മോട്ടർ അല്ലല്ലോ. അല്ല, പിന്നെ എപ്പോഴും കുളിക്കാൻ അങ്ങനെ ഒന്നുമല്ലല്ലോ. ഡെയിലി ഇറങ്ങുമോ അറിയില്ല. ഇപ്പൊ ചൂടായതുകൊണ്ട് ചിലപ്പോ ഇറങ്ങിന്ന് വരും. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വെള്ളമൊക്കെ നല്ല ക്ലീൻ വെള്ളമാവും. പിന്നെ മോട്ടർ അടിക്കാനായിട്ട് കാശ് പോകും. സോളാർ ഭാഗം വെക്കേണ്ടി വരും. മോട്ടർ കുറെ നേരം വർക്ക് ചെയ്യണ്ട. അല്ലെങ്കിൽ ഇപ്പൊ മീൻ കുളമായിരുന്ന സമയത്തും ഞങ്ങള് വെള്ളം കംപ്ലീറ്റ് അടിച്ചു കളയും. നിറയ്ക്കാനൊക്കെ എന്തോരം സമയം മോട്ടർ അടിക്കാറ്. ഇത് സ്വിമ്മിംഗ് പൂളിന് നല്ല കറക്റ്റ് ആയിട്ട് പണിതുള്ള സ്വിമ്മിംഗ് പൂളിന് വരെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ സാധാരണ ചെറുത് വെക്കണത് ഇതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതിന് കുറച്ച് കാശ് കൂടുതലാണെന്ന് മാത്രം. അതന്നെ, അതിനൊരു 1.5 ലക്ഷം വരും ഫിൽട്ടർ സിസ്റ്റത്തിന് മാത്രം. ഇതാകുമ്പോ നമുക്ക് എത്ര പൈസ കുറവാണ്. അപ്പൊ ഇത് ഇവര് വെക്കട്ടെ. ഇതിലിനി ഈ സാധനങ്ങളൊക്കെ നിറയ്ക്കണം. അപ്പോൾ സമയം ഒരു 2 മണി 2:30 ആയിട്ടാ. അവരെല്ലാം സെറ്റാക്കി എല്ലാം വെച്ചു. ദേ ഇവിടെ ഇങ്ങനെ വെച്ചു. ഇപ്പൊ ദേ ഇത് ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളം അതിലേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുന്നു. കണ്ടാ, ഉള്ളിലേക്ക് പോവാം. പിന്നെ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഇതെന്തായാലും ബാക്ക് വാഷ് ചെയ്യണല്ലേ. ഇതിൽ അടിഞ്ഞുകൂടുന്ന ചെളി ഇപ്പോൾ ബാക്ക് വാഷിങ് കാണിച്ചെന്നില്ലേ, ഇതിൽ അടിഞ്ഞുകൂടുന്ന ചെളി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കളയണം. അങ്ങനെ കളയണ വെള്ളം ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഒരു പൈപ്പ് ഇട്ടു. ഇവിടെ തെങ്ങൊക്കെ ഉള്ളതല്ലേ, പിന്നെ പുല്ലിനൊക്കെ പൊക്കോളും വെള്ളം. പിന്നെ അതേ ഫിൽട്ടർ ചെയ്തിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുന്നു. കുറേ സമയം എടുക്കും. ഈ വെള്ളം കുറച്ചും കൂടി അങ്ങോട്ട് നീക്കിയിട്ടാക്കായിരുന്നു. തുമ്പിലേക്കൊക്കെ വെള്ളം തെറിക്കുക. അപ്പോൾ വേണ്ട ഫിൽട്ടർ ചെയ്ത് കൊണ്ടിരിക്കുക. ആ വെള്ളം ഇതിലേക്ക് ചാടും. അങ്ങനെ നടക്കട്ടെ കുറച്ച് സമയം. ഇതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഞങ്ങൾ ഇനി അറിയിക്കാം. വെള്ളം ക്ലീൻ ആവുന്നുണ്ടോ അതോ ഇത് നമ്മുടെ വെച്ചത് ശരിയായില്ലേ ഒന്നും നമുക്കറിയില്ല. ഇതിപ്പോ ഒരു നാടൻ രീതിയാണ് കേട്ടോ. നാടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി തന്നെ.
സ്വിമ്മിംഗ് പൂളുകാർ ഒരു 3-4 പേര് ഇവിടെ വന്ന് നോക്കി. അപ്പോൾ ഒരു 3-5 ലക്ഷം രൂപയാണ്. എല്ലാവരും ഒരു 5 ലക്ഷത്തിനുള്ളിലുള്ള റേറ്റാണ് പറയണേ. പിന്നെ ചെയ്ത് വരുമ്പോൾ പിന്നെ പൈസ കൂടാൻ കുറയാം. അപ്പം നമ്മൾ ചുരുങ്ങിയ പൈസ കൊണ്ട് ഇങ്ങനെ ഒരു ശരിയാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാവും എന്നുള്ളത് ഇനി വരുന്ന വീഡിയോകളിൽ കാണിച്ചു തരുന്നതായിരിക്കും.